ഇടയിലായി ചെറിയൊരു ഹോൾ വരുന്ന കാർഡ്ബോർഡിലേക്ക് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസിനെ പതിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഐസക് ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി പറയുന്നത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, അതായത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് ഇവിടെ വെച്ച് തടയപ്പെടുകയും എന്നാൽ ഹോളിലേക്ക് എത്തുന്ന ഈ ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ലൈനായി കടന്നു പോവുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലൈറ്റ് ഈ ഹോളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ രീതിയിൽ സ്പ്രെഡ് ആവുകയും ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ ബിഗ്ഗർ സ്പോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് എക്സ്പെരിമെന്റ്സ് കാണിക്കുന്നത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ലൈറ്റ് ഒരു വേവ് ആണെന്നും അതിന് സഞ്ചരിക്കാൻ യൂണിവേഴ്സിന്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഈതർ എന്ന സാങ്കല്പിക മീഡിയം ആവശ്യമാണെന്നുമാണ് ഹൈഗൻസ് തിയറി പറയുന്നത്. മീഡിയത്തിലുണ്ടാവുന്ന ഈ റിപ്പിൾസിനെ നമ്മൾ വിളിക്കുന്നത് വേവ് ഫ്രണ്ട് എന്നാണ്. ലൈറ്റ് റേസും വേവ് ഫ്രണ്ടും എല്ലാ പോയിന്റിലും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. സോഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരേക്ക് പോവുകയാണ് എങ്കിൽ ലൈറ്റ് റേസിനെ പരസ്പരം പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ലൈറ്റ് റേസ് ഇവിടെ ഉണ്ടാവുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഈ ലൈറ്റ് സോഴ്സ് ഫോം ചെയ്യുന്ന ഒരു വേവ് ഫ്രണ്ടിനെയാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഉണ്ടാവുന്ന പുതിയ വേവ് ഫ്രണ്ട് നമ്മുടെ പഴയ വേവ് ഫ്രണ്ടിന്റെ ബിഗ്ഗർ വേർഷൻ ആയിരിക്കും. ഇവിടെ ചെറിയ ഹോൾ ഉള്ള കാർഡ്ബോർഡ് പോലത്തെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് പുതിയ വേവ് ഫ്രണ്ടിനെ ഈ രീതിയിൽ വരയ്ക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ സാഹചര്യത്തിലും എങ്ങനെയാണ് വേവ് ഫ്രണ്ടിനെ വരയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഹൈഗൻസ് തിയറി പറയുന്നത് ഈ വേവ് ഫ്രണ്ടിലെ ഓരോ സിംഗിൾ പോയിന്റും ഒറിജിനൽ വേവിന്റെ അതേ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. എല്ലായിടത്തും ഈതർ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ വേവ് ഫ്രണ്ടിലുള്ള എല്ലാ ഈതർ പാർട്ടിക്കിൾസും ഓസിലേറ്റ് ചെയ്യപ്പെടുന്നത് കാരണത്താൽ ഓരോ പാർട്ടിക്കിൾസും അവയുടേതായിട്ടുള്ള ചെറിയ സ്ഫെറിക്കൽ വേവ്സിനെ ഇവിടെ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ സെക്കൻഡറി വേവ്സ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ പാർട്ടിക്കിൾസും അവയുടേതായിട്ടുള്ള സെക്കൻഡറി വേവ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഈ സെക്കൻഡറി വേവുകൾക്ക് മുകളിലൂടെ നമ്മൾ വരയ്ക്കുന്ന പൊതുവായ ടാൻജന്റിനെ അല്ലെങ്കിൽ എൻവലപ്പിനെയാണ് ന്യൂ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡറി വേവ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവയ്ക്കെല്ലാം വരയ്ക്കുന്ന കോമൺ ടാൻജന്റ് ആണ് ന്യൂ വേവ് ഫ്രണ്ട്. എന്നാൽ നമ്മളൊരു പ്ലെയിൻ വേവ് ഫ്രണ്ടിനെയാണ് എടുക്കുന്നതെങ്കിൽ ഓസിലേറ്റിംഗ് ഈതർ പാർട്ടിക്കിൾസ് നമുക്ക് സെക്കൻഡറി വേവ്സിനെ തരുന്നു. അവയ്ക്കെല്ലാം നമ്മൾ കോമൺ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് പുതിയ വേവ് ഫ്രണ്ട് ലഭിക്കുന്നു. ലൈറ്റിന്റെ പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ കോമൺ ടാൻജന്റ് വരയ്ക്കേണ്ടത്. ഇവിടെ ലൈറ്റ് റേസ് പാരലൽ ആയതിനാൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള ഓസിലേറ്റിംഗ് ഈതർ പാർട്ടിക്കിൾസ് നമുക്ക് അവയുടേതായിട്ടുള്ള റിപ്പിൾസിനെ തരുന്നു. കോമൺ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെയുള്ള അവസാനത്തെ ഹൈഗൻസ് സോഴ്സ് നമുക്ക് അവസാനത്തെ സ്ഫെറിക്കൽ റിപ്പിളിനെ തരുന്നത് കാരണത്താൽ കോമൺ ടാൻജന്റ് സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, മറിച്ച് ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലറായി നമ്മൾ ലൈറ്റ് റേസിനെ വരയ്ക്കുമ്പോൾ ലൈറ്റ് റേസ് ഈ രീതിയിൽ ബെൻഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. സ്ലിറ്റിന് ശേഷം വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവിൽ നിന്ന് വളഞ്ഞ രൂപത്തിലേക്ക് മാറുന്നത് കാരണത്താൽ ലൈറ്റ് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു.